മക്കളെ, ഇന്ന് നമുക്ക് ബൂട്ടി കാക്കി എന്ന കഹാനിയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നോക്കാം. ഒന്നാമതായി ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഫിലിം ദേക്കെ മുഖ്യ ഘടനാവോ കോ സൂചിബന്ദ് കരീം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിലിം കണ്ടതിന് ശേഷം പ്രധാന സംഭവങ്ങളെ നിങ്ങളോട് ഇവിടെ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രധാന സംഭവങ്ങൾ എഴുതിയത് നോക്കാം. बूटी काकी बेदीजा बुद्धिराम और रूबा का तिरस्कार सहती है और अकेली बैठी रहती है. ബൂട്ടി കാക്കി മരുമകനായ ബുദ്ധിറാമിൻ്റെയും രൂപയുടെയും തിരസ്കാരങ്ങൾ സഹിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുന്നു. ബുദ്ധിറാം और രൂപ उन्हें गाना नहीं देते हैं और डांटते हैं. ബുദ്ധിറാമും രൂപയും അവർക്ക് ഭക്ഷണം തന്നെ നല്ല രീതിക്ക് കൊടുക്കുന്നില്ല. और डांटते हैं, അവരെ ശകാരിക്കുകയും ചെയ്യുന്നു. घर और शादी की तैयारी होती है लेकिन काकी को भूखा छोड़ दिया जाता है. घर में വീട്ടിൽ शादी की तैयारी हो जाती है. വീട്ടിൽ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ കാക്കി ഭൂക്ക് ചോട് ദിയാ ഹെ, കാക്കിക്ക് എന്ത് ചെയ്യുന്നു? പട്ടിണിയിലാണ്. ഭൂക്ക് ചോട് ദിയാ ഹെ, ദിയാ ജാത്ത ഹെ, കാക്കി ആകെ പട്ടിണിയിലാണ്. അവരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ബുദ്ധിറാം की छोटी लड़की बूटी काकी की देखभाल करती है. ബുദ്ധിറാമിന്റെ ചെറിയ മകൾ ബൂട്ടി കാക്കിയെ സംരക്ഷിക്കുന്നു. काकी मिठाई की खुशबू पाकर रसोई में जाती है. घर वाले काकी को अपमान करते हैं. കാക്കി പലഹാരങ്ങളുടെ എല്ലാം മണം അനുഭവിച്ചിട്ട് അടുക്കളയിലേക്ക് ചെല്ലുന്നു. ഗർവാലെ കാക്കിക്കോ അപമാൻ കർത്തേ, അപ്പോൾ കാക്കിയെ എല്ലാവരും അപമാനിക്കുന്നു. വീട്ടിലുള്ളവർ കാക്കിയെ അപമാനിക്കുന്നു. രാത് മേ ബൂട്ടി കാക്കി ജുഡൻ ഗാത്തി ഹെ. രാത്രിയിൽ വൃദ്ധയായ അമ്മായി ബാക്കി വരുന്ന ഭക്ഷണം കഴിക്കുന്നു. रूबा को काकी पर दया आ जाती है और वह उन्हें प्रेम से गाना गिलाती है. രൂപയ്ക്ക് കാക്കിയോട് സഹതാപം തോന്നുകയും അവൾ അവർക്ക് സ്നേഹത്തോടെ ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. ഗിലാത്തി ഹെ, തീറ്റിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർക്ക് ഭക്ഷണം നൽകുന്നു. അത്രയാണ് ഈ കഥ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ലിഗേം ഫിലിംക്ക് മുഖ്യ പാത്ര കോൻ കോൻ ഹെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബുദ്ധിറാം, രൂപ, ലാഡലി, ബൂട്ടി കാക്കി അല്ലേ? ബതായേ ഈ ഫിലിം കിസ് സമസ്യാക്കി ഓർ സങ്കേത് കർത്തി ഹെ. ഈ ഫിലിം ഏത് പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് ചോദ്യം. बूटी काकी कहानी वृद्धों की उपेक्षा और लालची रिश्तों की ओर इशारा करती है. ഇനി നമുക്ക് ശസ്തി അഥവാ ബ്ലർബ് ക്യാ ഹെ എന്നാണ് ഇവിടെ. ശസ്തി അഥവാ ബ്ലർബ് എന്നാൽ എന്താണ്? അത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോദാനേതും അതുപോലെ തന്നെ ബൂട്ടി കാക്കിയുടെ കഹാനി നമ്മൾ കുറച്ച് ഭാഗമുള്ളെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാണാത്തവരുടെ ക്ലാസ് കാണുക. ഇനി കിസി മൻപസന്ത് കിതാബിയ ഫിലിം കി ശസ്തി തയ്യാർ കരേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തിൻ്റെയോ അല്ലെങ്കിൽ ഫിലിമിൻ്റെയോ ശസ്തി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഒരു ഫിലിമിൻ്റെ ശസ്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. തുടരും ഏക് ടാക്സി ഡ്രൈവർ കി അൻസുനി ദാസ്താൻ. ഇവിടെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് തുടരും എന്ന സിനിമയുടെ കഹാനിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. മോഹൻലാൽ അഭിനീത് യഹ് थ्रिलर फिल्म षणमुगम और बेंच की कहानी है जो कभी स्टंटमैन था और अब पहाड़ी शहर में टैक्सी चलाता है.
മോഹൻലാൽ അഭിനയിക്കുന്ന ഈ ത്രില്ലർ ചിത്രം ഒരു കുന്നിൻ പ്രദേശത്തെ ഒരു ടാക്സി ഓടിക്കുന്ന ഒരു മുൻ സ്റ്റണ്ട്മാനായ ബെൻസ് എന്ന ആളെക്കുറിച്ചുള്ള, ബെൻസ് എന്നറിയപ്പെടുന്ന ഷൺമുഖത്തിന്റെ കഥയാണ്. ഉസേ അപ്പനി പുനാനി അംബാസഡർ കാർ സേ ബേഹദ് ലഗാവ് ഹേ. അയാൾക്ക് തൻ്റെ പഴയ അംബാസഡർ കാറിനോട് ആഴത്തിലുള്ള പ്രണയമാണ് ഉള്ളത്. വളരെയധികം ഇഷ്ടമാണ് അംബാസഡർ കാറിനെ. एक रात पुलिस उसकी कार जब्त कर लेती है जो ड्रग तस्करी के मामले से जुड़ी होती है, जिसमें बेंच का कोई दोष नहीं होता. ഒരു രാത്രിയിൽ പോലീസ് അയാളുടെ കാർ പിടിച്ചെടുക്കുന്നു. ബെൻസിന് ബന്ധമില്ലാത്ത ഒരു മയക്കുമരുന്നിന്റെ കേസ് അതിലേക്ക് ബന്ധപ്പെടുത്തുന്നു. അപ്പനി കാർ വാപ്പസ് പാനെ കി കോശിഷ് മേ വഹ് ഏക് ഖതർനാക് वह एक खतरनाक साजिश में फंस जाता है जो उसके परिवार से जुड़ी होती है. തൻ്റെ കാർ തിരികെ ലഭിക്കാനുള്ള ശ്രമത്തിൽ അയാൾ തൻ്റെ കുടുംബം ഉൾപ്പെടുന്ന അപകടകരമായിട്ടുള്ള ഒരു ഗൂഢാലോചനയിൽ കുടുങ്ങുന്നു. ക്യാ ബെൻസ് सच्चाई और अपने परिवार को बचा पाएगा. തുടരും रहस्यों और रोमांच से भरपूर एक सिनेमैटिक अनुभव है. यह फिल्म आपको अपनी सीट में बांधे रखेगी. ബെൻസിന് സത്യം കണ്ടെത്തി കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമോ? തുടരും എന്നത് സസ്പെൻസും ത്രില്ലും നിറഞ്ഞ ഒരു സിനിമാറ്റിക് അനുഭവമാണ്. യഹ് ഫിലിം ആപ്കോ അപ്പനി സീറ്റ് സേ ബാന്ധേ രഖേങ്കി. ഈ ഫിലിം നിങ്ങളെ സ്വന്തം സീറ്റിൽ തന്നെ ബാന്ധേ രഖി, ഉറച്ചു നിർത്തും, സ്വന്തം സീറ്റിൽ തന്നെ ഇരുത്തും, ബന്ധിപ്പിച്ച് നിർത്തുന്നു. അതായത് സിനിമ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ആ സിനിമ കഴിയുന്നത് വരെ ശ്വാസം അടക്കിയിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ സിനിമയെക്കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ബ്ലർബ്. ഇനി നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള നമ്മുടെ ബൂട്ടി കാക്കി എന്ന കഹാനിയിലെ സഹി പ്രസ്താവ് ചുൻകർ ലിഖിയം എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ബുദ്ധിറാം और രൂപ ബൂട്ടി കാക്കി का ആദർ करते हैं. ബുദ്ധിറാമും രൂപയും ബൂട്ടി കാക്കിയെ ആദരിക്കുന്നു. ബൂട്ടി കാക്കി के जवान बेटे की അകാൽ മൃത്യു ഹുയിദി. ബൂട്ടി കാക്കിയുടെ യുവാവായ പുത്രൻ അകാലത്തിൽ മരണമടയുന്നു. ബൂട്ടി കാക്കി ബദീജയ്ക്ക് സാത്ത് രഹത്തി. ബൂട്ടി കാക്കി ബദീജയോടൊപ്പമാണ് താമസിച്ചിരുന്നത്, മരുമകനോടൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ചോട്ടി ലടുക്കി ബൂട്ടി കാക്കിക്ക് ദേഖ്ഭാൽ കർത്തി. ചോട്ടി ലടുക്കി ചെറിയ പെൺകുട്ടി ബൂട്ടി കാക്കിയെ സംരക്ഷിച്ചിരുന്നു. ബൂട്ടി കാക്കിനെ അപ്പനി സാരി സമ്പത്തി ബേട്ടേക്കോ ദിയാദ. ബൂട്ടി കാക്കി തന്റെ സമ്പത്ത് മുഴുവൻ മകന് നൽകിയതായിരുന്നു. ബൂട്ടി കാക്കി ബർബേട്ട് ഭോജൻ സേ ബി വഞ്ചിതി. ബൂട്ടി കാക്കി വയറ് നിറയുള്ള ഭക്ഷണത്തിൽ നിന്നും വഞ്ചിതയായിരുന്നു. അതിന്റെ ആൻസർ നോക്കാം. ബൂട്ടി കാക്കിക്ക് ജവാൻ ബേട്ടയ്ക്ക് അകാൽ മൃത്യു ഹുയി. ശരിയാണ് അല്ലേ? ബൂട്ടി കാക്കിയുടെ മകൻ അകാലത്തിൽ മരണമടഞ്ഞതാണ്. ബൂട്ടി കാക്കി ബദീജയ്ക്ക് സാത്ത് രഹത്തി. ബൂട്ടി കാക്കി മരുമകനോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ചോട്ടിയിലിടുക്കി ബൂട്ടി കാക്കിക്ക് ദേഖ്ഭാൽ കർത്തി. ചെറിയ പെൺകുട്ടി ബൂട്ടി കാക്കിയെ സംരക്ഷിച്ചിരുന്നു. ബൂട്ടി കാക്കി ബർ പേട്ട് ഭോജൻ സേ ബി വഞ്ചിതി. അത്രയും കാര്യങ്ങളാണ്, ഈ 4 ഈ തന്നിരിക്കുന്നതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. 2 തെറ്റാണ്. ഈ തന്നിരിക്കുന്ന 4 ഇതിൽ ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ ബുദ്ധിറാം ഓർ രൂപ ബൂട്ടി കാക്കി ആദർ കർത്തേദേ എന്നുള്ളത് തെറ്റാണ് അല്ലേ? പിന്നെ ഇതിൽ തെറ്റായിട്ട് വരുന്നത് ഏതാണ്? ബൂട്ടി കാക്കി ജവാൻ ബേട്ടയ്ക്ക് അകാൽ മൃത്യു. ബൂട്ടി കാക്കി ബദീജയ്ക്ക് സാത്ത്. ചോട്ടി ലड़की ബൂട്ടി കാക്കി ദേഖ്ഭാൽ കർത്തി.
ബുട്ടികാക്കി സെ അപ്പനി സാരി സമ്പത്തി ബേട്ടേക്കോ ദിയാതാന്നുള്ളതാണ് തെറ്റായിട്ട് വരുന്നത്. പിന്നെ ബുട്ടികാക്കി തൻ്റെ സ്വത്ത് മുഴുവൻ മകൻ നൽകിയതായിരുന്നു. ഈ 2 എണ്ണമാണ് തെറ്റ്, ബാക്കി 4 എണ്ണം അതിൽ ശരിയായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ഇക്കായിക്ക് പാഠവും ഏക്ക് ബാർ ഓർ ഗുസരയും താലികാക്കി പൂർത്തിക്കരയും. ഒന്നാമത്തെ പാഠത്തിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് നിങ്ങളോട് ശരിയാണോ തെറ്റാണോ എന്ന് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. ബഡാ ബായി നദി മേ കുദ്കർ ചോട്ടേക്ക് ജാൻ ബച്ചാത്താ ഹെ. മുതിർന്ന സഹോദരൻ നദിയിൽ ചാടിയിട്ട് തൻ്റെ ചെറിയ സഹോദരന്റെ ജീവൻ രക്ഷിക്കുന്നു. ശരിയാണ് അല്ലേ? സഹി എന്ന് പറഞ്ഞാൽ ശരി, ഗലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ്. ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നാണ്. അപ്പൊ ഇത് ശരിയാണ്. കൈ ദിനോക്കെ ബാദ് കവി ഗ്രാമീണ സൗന്ദര്യക്ക് ആസ്വാദനം കർത്തേ. കുറേ ദിവസങ്ങൾക്ക് ശേഷം കവി ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുന്നു. ശരിയാണ് അല്ലേ? ബുദ്ധിറാം ഓർ രൂപ ഹമേശ ബൂട്ടികാക്കി ആദർ കർത്തേതെ. ബുദ്ധിറാമും രൂപയും ബൂട്ടികാക്കി എപ്പോഴും ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ശരിയാണോ? അല്ല, അത് തെറ്റാണ് അല്ലേ? ഗലത്താണ്, അത് ഗലത്ത്. ബൂട്ടികാക്കിക്ക് യുവാപുത്രിക്ക് അകാലമേ മൃത്യു ഹുയി. ബൂട്ടികാക്കിയുടെ യുവാവായ പുത്രൻ അകാലത്തിൽ മരണമടഞ്ഞു. ശരിയാണല്ലേ? ദോ ബാലക് കപ്പടെ സുഖാനെ കേലിയെ ധൂപമേ കേൾത്തേ. 2 കുട്ടികൾ വസ്ത്രമുണക്കാൻ വേണ്ടി വെയിലത്ത് കളിക്കുന്നു. തെറ്റാണ് അല്ലേ? വെയിലത്ത് കളിച്ചതല്ല, അവരെന്താ ചെയ്തത്? ഓടിയതാണ് ചെയ്തത് അല്ലേ? അപ്പനെ ഗാവ്ക്കി ഹാലത്ത് തേക്കർ കവി ബഹുത്ത് പരേശാൻ ഹെ. തൻ്റെ സ്വന്തം ഗ്രാമത്തിലെ കാഴ്ച കണ്ട കവി വളരെയധികം വിഷമത്തിലാണ്. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. മേഹനത്തി ബാലികാവോ കാ ഗാന മന്മേ ഖുഷിയിലാത്താ ഹെ. പരിശ്രമശാലികളായിട്ടുള്ള ബാലികമാരുടെ പാട്ട് കവിയുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ശരിയാണല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ആ വർക്ക് വരുന്നത്. 2, 4 എണ്ണം ശരി, 3 എണ്ണം തെറ്റാണ് നമുക്കിതൊന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സഹി എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഗലത്ത് എന്ന് പറഞ്ഞാൽ തെറ്റ്. അപ്പോൾ അതിലുള്ള തെറ്റിൻ്റെ ഭാഗത്തേക്ക് തെറ്റ് മാർക്ക് ചെയ്യുക, ശരിയുള്ളത് ഗലത്ത് എന്ന സഹി എന്ന സ്ഥലത്ത് സഹി എന്ന് എഴുതാം ആ ബോക്സിൽ കേട്ടോ. അപ്പം അത്രയാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ ബൂട്ടികാക്കി എന്ന കഹാനിയിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.